നമസ്കാരം. എല്ലാവർക്കും TSP എന്ന ഭാരതത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശ്രീ എമ്മിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആത്മകഥയാണ് ഗുരു സമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ. ഇന്നു മുതൽ ആരംഭിക്കുന്നു. ശ്രീ എം, അദ്ദേഹത്തെപ്പറ്റി നമ്മൾ അറിയാം. ശ്രീ എം തിരുവനന്തപുരത്ത് ജനിച്ചു. 19.5 വയസ്സിൽ അപരിചിതനായ ഒരു സന്യാസിയിൽ ആകൃഷ്ടനായും ഹിമാലയ യാത്രയ്ക്കുള്ള വ്യഗ്രത പിടിച്ചു നിർത്താനാകാതെയും വീട് വിട്ടിറങ്ങി. ബദ്രിനാഥ ക്ഷേത്രത്തിനുമപ്പുറം വ്യാസഗുഹയിൽ വെച്ച് അദ്ദേഹം തൻ്റെ ഗുരുനാഥനെ കണ്ടെത്തി. മഞ്ഞുമൂടിയ ഹിമാലയൻ മലനിരകളിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ചു കൊണ്ട് അദ്ദേഹത്തോടൊപ്പം 3.5 വർഷം കഴിച്ചുകൂട്ടി. ഗുരുനാഥൻ മഹേശ്വരനാഥ ബാബാജിയിൽ നിന്നും കിട്ടിയ പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോധമനസ്സിനെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഗുരുനാഥൻ്റെ നിർദ്ദേശാനുസരണം സാമൂഹികപരമായ കടമകൾ നിറവേറ്റാനായി തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. ഒരു സാധാരണക്കാരനായി ജീവിക്കുകയും ഉപജീവനത്തിനായി ജോലികളിൽ ഏർപ്പെടുകയും ചെയ്തു. അതേസമയം തന്നെ താൻ പഠിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ തയ്യാറാവുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് തൻ്റെ അനുഭവവും അറിവും പങ്കുവയ്ക്കുന്നു. ഉൾക്കാമ്പറിയൂ, സിദ്ധാന്തങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് പലപ്പോഴും പറയുന്ന ശ്രീ എം മിക്കവാറും എല്ലാ മതങ്ങളിലും അവഗാഹമുള്ള ആളാണ്. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ ശ്രീ എം സത്സംഗ് ഫൗണ്ടേഷന് നേതൃത്വം നൽകുകയും അധ്യാപകനായി ലളിത ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ഇനി ആമുഖത്തിലേക്ക് കടക്കാം. ഈ സാഹസിക യാത്രയിൽ നിങ്ങളെ ഞാൻ എന്നോടൊപ്പം ഭാരതത്തിൻ്റെ ദക്ഷിണ തീരത്തു നിന്നും നിഗൂഢമായ ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ മലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അസാധാരണമായ വ്യക്തിത്വങ്ങളുമായുള്ള കണ്ടുമുട്ടലും അസാമാന്യവും അത്യുജ്വലവുമായ ചില സംഭവങ്ങളും വിവരിക്കുന്നതിന് മുമ്പ് എല്ലാറ്റിനെയും അതിൻ്റെ ശരിയായ കാഴ്ചപ്പാടിൽ ഉറപ്പിക്കുന്നതിന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങളിലധികവും ഞാൻ ഇതുവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നതെക്കുറിച്ച് ചെറിയ ചില സൂചനകളിൽ കൂടുതലൊന്നും തന്നെ നൽകുന്നതിന് എന്നെ നിർബന്ധിക്കാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടാവും ഞാൻ ഈ കാര്യങ്ങളിൽ ഇത്രയും രഹസ്യാത്മകമായത്? എന്തുകൊണ്ടാവും അവ ഇപ്പോൾ കൂട് തുറന്നു വിടുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. എന്നെങ്കിലും ഒരിക്കൽ ഞാനൊരു ആത്മകഥ എഴുതുമെന്ന് എൻ്റെ ഗുരു ബാബാജി മുന്നേ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അതിനുള്ള പച്ചക്കൊടി കാട്ടിയത് 2 വർഷം മുമ്പ് മാത്രമാണ്. അതിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അതിനുശേഷവും ഒരു 6 മാസം കൂടി അവധാനപൂർവ്വം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ മടിച്ചെഴുതി തുടങ്ങിയത്. പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടായിരുന്നു അത്. മനോമോഹനമായ അനുഭവകഥയുടെ വിചിത്ര ലോകത്ത് അകപ്പെട്ടു പോയാൽ യഥാർത്ഥ ആത്മീയാന്വേഷകർക്ക് ആധ്യാത്മികത യാത്രയുടെ പ്രായോഗികവും ആകർഷകവുമായ ഘടകങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാമെന്ന ഭീതിയാണ് ആദ്യത്തേത്. വിമർശനാത്മകമായി പഠിക്കുന്നവർക്ക് ഈ പുസ്തകത്തിലെ ചില വിവരണങ്ങൾ അവിശ്വസനീയമായ വിധം അപരിചിതമാണ്. അവർ ഈ ഗ്രന്ഥം അപ്പാടെ കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാമെന്നത് രണ്ടാമത്തെ കാരണമാണ്. എന്നിരുന്നാലും ഇനി ഞാൻ പറയുന്ന കാരണങ്ങൾ ആത്മകഥ എന്ന് എഴുതുന്നതിലേക്കു തന്നെ എന്നെ നയിച്ചു. ഒന്നാമതായി അനുഭവിച്ചത് എന്തായാലും അത് രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യമെന്ന് ഞാൻ കരുതുന്നു. അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക എന്നത് സംശയാലുക്കളായ ചെറിയ ഒരു കൂട്ടം വായനക്കാർക്ക് വിടുന്നു. ഒരു ന്യൂനപക്ഷത്തെ ഭയന്നിട്ട് എൻ്റെ അനുഭവകഥകൾ പങ്കുവയ്ക്കാതിരുന്നാൽ അത് ഭൂരിപക്ഷത്തോട് ചെയ്യുന്ന അനീതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായി, ഒരു യോഗിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം പുറത്തു വന്നിട്ടുള്ള ആധികാരികമായ ആധ്യാത്മിക ജീവചരിത്രങ്ങളുടെ എണ്ണം തുലോം കുറവാണ്. അങ്ങനെ വന്നവയുടെ തന്നെയാകട്ടെ രചയിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ സംവാദങ്ങൾക്കായി ലഭ്യമാകുന്നവരോ അല്ല. സ്വാമി യോഗാനന്ദൻ്റെ ആത്മകഥ എത്രമാത്രം ആധികാരികമായിരുന്നാലും അദ്ദേഹം വ്യക്തിപരമായി വളരെയധികം സമയം ഹിമാലയത്തിൽ ചെലവഴിച്ചിട്ടുള്ള ആളല്ല.
അതുകൊണ്ടൊക്കെ എൻ്റെ അനുഭവങ്ങൾ, പ്രത്യേകിച്ചും ഹിമാലയത്തിൽ വെച്ച് ലഭ്യമായവ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത് പ്രധാനമാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടൊരു സംഭാഷണത്തിന് എന്നെ ലഭിക്കുകയും ചെയ്യും. ബാബാജി, ശ്രീ ഗുരു തുടങ്ങിയ മഹാഗുരുക്കന്മാരുടെ അസ്തിത്വം വളരെ കുറച്ചു പേർക്കേ അറിയൂ. എങ്കിലും ആത്മീയ തരംഗങ്ങളുടെ രൂപപ്പെട്ടലിൽ അവരുടെ മൗന സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുക എന്നതാണ് എൻ്റെ മൂന്നാമത്തെ ആഗ്രഹം. വായനക്കാരോട് എനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ചില ഭാഗങ്ങൾ അങ്ങേയറ്റം ഭാവനാത്മകമാണെന്ന് തോന്നുന്നെങ്കിൽ ആ ഭാഗം അങ്ങ് വിട്ടുകളയുക. എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ വായിക്കുക. അതുകൊണ്ട് അവർക്ക് ശ്രീ ഗുരുവും ബാബാജിയും നൽകുന്ന പാഠങ്ങൾ നഷ്ടമാകാതിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ പാദത്തിൽ നിന്നുള്ള ഒരു ധൂളിക്ക് പോലും ആയിരക്കണക്കിന് വിവേകാനന്ദന്മാരെ സൃഷ്ടിക്കാൻ കഴിയും. സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഗുരുവിനെ പറ്റി പറഞ്ഞതാണ് ഈ വാചകം. ഇതുതന്നെയാണ് എനിക്കും എൻ്റെ ഗുരുനാഥനെ പറ്റിയും പറയാനുള്ളത്. അവിടെ വിവേകാനന്ദൻ എന്ന ഇടത്ത് എം എന്ന് ചേർത്ത് നോക്കൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട വായനക്കാരെ, വിസ്മയകരമായ ഈ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേരൂ. ഗുരു കടാക്ഷങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.